ഹലോ ഗൈസ്, ഫണ്ടമെന്റൽസ് ഓഫ് പ്രോഗ്രാമിംഗിൽ തേർഡ് പാർട്ട് വീഡിയോയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്നും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫറെൻറ്റ് ടൈപ്പ് എന്തൊക്കെയാണെന്ന് നോക്കി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. നമ്മൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് വേർഡ് ഫയൽ ഉപയോഗിച്ച് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ നോർമൽ സോഫ്റ്റ്വെയർസ് അല്ല നമ്മൾ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കോഡ് എഴുതാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിൽ നമ്മൾ IDE അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും. അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റ്സിലായിരിക്കും നമ്മൾ കോഡ് എഴുതുന്നത്. IDE എന്ന് പറയുന്നത് ഒരു GUI ബേസ്ഡ് ആപ്ലിക്കേഷൻ. അതിൻ്റെ അകത്ത് നമുക്ക് കോഡ് എഴുതാനും എഡിറ്റ് ചെയ്യാനും എറർ കറക്ഷനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ്. IDEs വരുന്നതിന് മുമ്പ് നമ്മൾ പഞ്ച് കാർഡ്സ് ആണ് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഒൺസ് പഞ്ച് കാർഡ് ഉപയോഗിച്ചൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഒരുപാട് സമയം നഷ്ടമാകുമായിരുന്നു. IDEs അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഒരു എക്സാമ്പിളാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. നമ്മളുടെ പൈത്തൺ ഫുൾ കോഴ്സിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉപയോഗിച്ചാണ് കോഡ് എഴുതുന്നത്. ആ വീഡിയോ കണ്ടത് നിങ്ങൾ IDE എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. IDEs സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ വേറെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ എംബഡ് സിസ്റ്റം, വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ IDEs യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത്? നമ്മൾ പ്രോഗ്രാം ചുമ്മാ റാൻഡം എന്തെങ്കിലും വേർഡ്സ് എഴുതിയാൽ, നമ്മൾ നേരത്തെ പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം ആയിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് വേർഡ്സ് കൊടുത്തിട്ട് നമുക്ക് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒരിക്കലുമില്ല. നമുക്ക് പ്രോഗ്രാംസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോ പർട്ടിക്കുലർ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മൾ സിൻടാക്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന ഒരു പർട്ടിക്കുലർ രീതിയിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, പിന്നെ മീനിങ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചൊരു പ്രോഗ്രാം എഴുതുമ്പോഴും അത് നമ്മൾ സിൻടാക്സ് ഫോളോ ചെയ്യണം. ഓരോ ലാംഗ്വേജിലും ഡിഫറെൻറ്റ് സിൻടാക്സ് ആയിരിക്കും. നമ്മൾ ജാവയിലും പൈത്തണിലും വേരിയബിൾസ് ഡിഫൈനിനെ കുറിച്ചൊരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു വാല്യൂ നമ്മൾ ഓരോന്നിനും അസൈൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് x = 5 എന്നും y = 10 എന്നൊക്കെ കൊടുത്തില്ല. അപ്പോൾ x എന്ന സംഭവത്തിനെയാണ്, അല്ലെങ്കിൽ x എന്നുള്ള ആൽഫബറ്റിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ടേംസിൽ വേരിയബിൾസ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജിലെ സിൻടാക്സ് വ്യത്യാസമായിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ഞാൻ രണ്ട് പ്രോഗ്രാമിംഗ് ജാവയിലും പൈത്തണിലും ഡിഫറെൻറ്റ് വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്തതിനെ കുറിച്ച് എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ജാവയിലാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ കോഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതിൽ ഡേറ്റ ടൈപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. വേരിയബിളിനൊരു പേര് കൊടുക്കണം, എന്തൊരു വാല്യൂ കൊടുക്കണം, അതിനുശേഷം സെമിക്കോളൻ ഇടണം. എന്നാൽ പൈത്തണിൽ നോക്കിയാൽ പൈത്തണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വേരിയബിൾ നെയിമും അതിൻ്റെ വാല്യൂ മാത്രം കൊടുത്തത്. അപ്പോൾ പൈത്തൺ കുറച്ചും കൂടെ ജാവയെ കമ്പയർ ചെയ്യുമ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എളുപ്പമാണ് പ്രോഗ്രാം പഠിക്കാനും പ്രോഗ്രാമിംഗ് എഴുതാനും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള സിൻടാക്സ് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അതിൽ എറർ വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ജാവയിൽ സെമിക്കോളൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എറർ പോപ്പപ്പ് ആയിട്ട് വരും. ഉദാഹരണത്തിന് ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ എന്നുള്ള സെൻറ്റൻസ് നമ്മൾ കോമ ഇടാൻ മറന്നു പോയാലോ നമ്മൾ ആ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകും അല്ലേ? പക്ഷേ നമുക്ക് ഹ്യൂമൻസ് ആയതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ എവിടെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നാൽ കമ്പ്യൂട്ടറിന് ചിന്തിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് പോലും സിൻടാക്സ് വന്നാൽ പോലും കമ്പ്യൂട്ടർ അത് എററായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇന്നിപ്പം എററും ഡീബഗിങ് കുറച്ചും കൂടെ വളരെ എളുപ്പമായിട്ടുണ്ട്. കാരണം ഒരു എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ, എന്തെങ്കിലും ഡീറ്റെയിൽ ഉള്ള ഇൻഫർമേഷൻ എസ്പെഷ്യലി പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IDE എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കോഡ് എഴുതുന്നത് എന്നുള്ളത് പഠിച്ചു. IDEയുടെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ സീരീസിൽ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. അത് മിസ്സായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.